ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺസിൻ്റെയും കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രൈസ് കൂടി വരികയാണല്ലേ. അവസാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആപ്പിൾ ആയിരിക്കും അവരുടെ പ്രൊഡക്റ്റുകളുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആപ്പിൾ, ഓൾറെഡി ബാക്കിയുള്ള കമ്പനികളൊക്കെ അവരുടെ സ്മാർട്ട് ഫോൺസിൻ്റെയും കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒക്കെ പ്രൈസ് ഇങ്ങനെ പതുക്കെ കൂട്ടി കൊണ്ടുവരുന്നുണ്ട് അല്ലേ. ബട്ട് ഇവിടെ എന്താണ്, ഈവൻ ഫോർ ആപ്പിൾ, ഇത്രയും വലിയ ലക്ഷറീസ് ആയിട്ടുള്ള കമ്പനിക്ക് പോലും അവർ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ വെരി കൺസേണിങ് തിങ്. ആൻഡ് എന്താണ് അതിൻ്റെ റീസൺ? അഫ്കോഴ്സ് AI ആണല്ലേ. AI അത്രയധികം പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് അത്രയും ഫാസ്റ്റാണ്. ബട്ട് എന്തുകൊണ്ടായിരിക്കും ഇത് കൺസ്യൂമർ സൈഡിലുള്ള ഡിവൈസുകളുടെ പ്രൈസിനെ ബാധിക്കുന്നത് അല്ലേ? ഇനി ഭാവിയിൽ എങ്ങനെയായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റുകളുടെ പ്രൈസിങ് ഉണ്ടായിരിക്കുന്നത്? എന്താണ് നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത്? എന്താണ് കൺസേൺ ആവേണ്ടത്? അതാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. സോ അല്ലേ. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓർ AI ഇതൊരു അംബ്രല ടൈമാണ്. മീനിങ് അതിന് താഴെ കുറേ അധികം കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. ലൈക്ക് മെഷീൻ ലേണിംഗ്, ന്യൂറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, കമ്പ്യൂട്ടർ വിഷൻ, അങ്ങനെ കുറേ അധികം വരുന്നുണ്ട്. ബട്ട് ഓൺ ദ ഹോൾ എന്താണ്, ബേസിക്കലി ഹ്യൂമൻ ഇൻ്റലിജൻസിനെ മിമിക് ചെയ്യാൻ പറ്റുന്ന, അതായത് സ്വയം റീസണിങ് ചെയ്യാൻ പറ്റുന്ന, ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന ഏതൊരു ടെക്നോളജിയും AIയുടെ കീഴിൽ നമുക്ക് കൊണ്ടുവയ്ക്കാവുന്നതാണ്. ബട്ട് നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ബേസിക്കലി ലെറ്റിംഗ് എ മെഷീൻ ടു മിമിക് ലൈക്ക് ഹ്യൂമൻ അല്ലേ. ഹ്യൂമൻ ഇൻ്റലിജൻസിനെ മെഷീൻസ് യൂസ് ചെയ്ത് മിമിക് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, മെഷീൻസിനെ ട്രെയിൻ ചെയ്യിക്കണം അല്ലേ. ട്രെയിൻ ചെയ്യിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഡാറ്റ വെച്ചിട്ടാണ്. ആൻഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ വാട്ട് എവർ യു സീ ഓൺ ദി ഇൻ്റർനെറ്റ് ഇസ് എ ഡാറ്റ അല്ലേ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നത് ഒരു ഡാറ്റയാണ്, നിങ്ങളൊരു ഓഡിയോ ഷെയർ ചെയ്യുന്നത് ഡാറ്റയാണ്, നിങ്ങളുടെ പേര് ഒരു ഡാറ്റയാണ്, നിങ്ങളുടെ ഇമെയിൽ ഷെയർ ചെയ്യുന്നത് ഒരു ഡാറ്റയാണ്. ബട്ട് ലിറ്ററലി എവ്രിതിങ് അല്ലേ. ഗൂഗിളിൽ നിങ്ങളൊരു ആർട്ടിക്കിൾ വായിക്കുന്നത് ആ ഡാറ്റയാണ്. എവ്രി സ്ട്രിങ് ആണെങ്കിലും, എവ്രി ഓഡിയോ ഫയൽ ആണെങ്കിലും, വീഡിയോ ഫയൽ, ടു എവ്രിതിങ് യു സീ ഓൺ ദി ഡിജിറ്റൽ വേൾഡ് ഈസ് എ ഡാറ്റ അല്ലേ. ആൻഡ് ഇത്തരത്തിൽ കുറേ അധികം ഡാറ്റാസ് ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ മെഷീൻസിനെ ട്രെയിൻ ചെയ്യിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ChatGPT ഒക്കെ യൂസ് ചെയ്ത സമയത്ത് എങ്ങനെയാണ് കമ്പ്യൂട്ടറിന് ഇത്രയധികം ഇൻഫർമേഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സിനെ റീസണിങ് ചെയ്യാൻ പറ്റുന്നത്? ബിക്കോസ് വി ഫീഡ് ദം ഡാറ്റ, റൈറ്റ്? ഓക്കെ, നൗ അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ഇത്തരം മെഷീൻസിന് ഹയർ ഡാറ്റ പ്രോസസ്സിങ് പവർ ഉണ്ടായിരിക്കണം. ആൻഡ് അതിന് വേണ്ടിയിട്ടാണ് AI അതിന് വേണ്ടി AIസിൻ്റെ എന്തുണ്ട്, അവർക്ക് ഡാറ്റ സെൻറ്റേഴ്സ് ഉണ്ട്. AI മീൻസ് AI കമ്പനികൾക്ക് ഡാറ്റ സെൻറ്റേഴ്സ് ഉണ്ട്. ഡാറ്റ സെൻറ്റർ പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട് അല്ലേ, ഡാറ്റ മീൻസ് എവ്രി ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും ഇത്തരം AI ഡാറ്റ സെൻറ്റേഴ്സിലാണ്. ഇങ്ങനെ കുറേ അധികം ഡാറ്റ സെൻറ്റേഴ്സിൽ വേൾഡ് മുഴുവനും ഉണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് പുതിയതായിട്ട് വന്നൊരു കാര്യമല്ലേ ഡാറ്റ സെൻറ്റർ എന്ന് പറയുന്നത്. ഓൾറെഡി ബിഗ്ഗസ്റ്റ് കമ്പനികൾക്കൊക്കെ, ടെക്നോളജി കമ്പനികൾക്കൊക്കെ അവർക്ക് സ്വന്തമായിട്ടുള്ള ഡാറ്റ സെൻറ്റേഴ്സ് ഉണ്ട്, അവരുടെ സെർവേഴ്സും അതൊക്കെ അവിടെ ഉണ്ട്. ബട്ട് ഫോർ ആൻ AI ഇത് ഡിഫറെൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സിങ് കാരണമാണ് അല്ലേ. നിങ്ങൾ ChatGPTയുടെ അകത്ത് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് ഇറ്റ് ടേക്സ് എ വെരി കോംപ്ലക്സ് ലെവൽ ഓഫ് പ്രോസസ്സിങ് നടത്തിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ആ ഒരു ഡാറ്റ കിട്ടുന്നത്. ബട്ട് ഫോർ അസ് എന്താണ്, ഫ്രണ്ട് എൻഡിൽ നമ്മൾ കാണുമ്പോൾ ഇറ്റ് ഫീൽസ് ലൈക്ക് മാജിക് അല്ലേ. ChatGPT ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തൊരു ബൂം അല്ലേ, ഒരു മിനിറ്റിനുള്ളിലൊക്കെ നിങ്ങൾക്ക് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇറ്റ് ഫീൽസ് ലൈക്ക് മാജിക്. ബട്ട് എന്താണ്, ബിഹൈൻഡിൽ വെരി ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്ക് ലോഡ് കംപ്ലീറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ AI ഡാറ്റ സെൻറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഫോർ നോട്ട് ജസ്റ്റ് AI ഡാറ്റ സെൻറ്റർ, എനി ഡാറ്റ സെൻറ്റർ എടുത്തു കഴിഞ്ഞാൽ അവിടെ മെയിനായിട്ട് വരുന്നത് എന്താണ്, ഇറ്റ്സ് ലൈക്ക് കമ്പ്യൂട്ടേഴ്സാണ്. കുറേ അധികം കമ്പ്യൂട്ടേഴ്സിനെ നമ്മളിങ്ങനെ റാക്ക് ചെയ്ത് പരസ്പരം കണക്ട് ചെയ്ത് അവർ മൊത്തം പാരലലായിട്ട് വർക്ക് ചെയ്ത് ഇറ്റ് ആക്ട് ആസ് എ സിംഗിൾ ഒരു ബിഗ് ബ്രെയിൻ. ഓക്കെ, ലൈക്ക് ജസ്റ്റ് ലൈക്ക് നമ്മുടെ വീട്ടിൽ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ട്. ബട്ട് ഇൻ എ ഡാറ്റ സെൻറ്റർ എന്തായിരിക്കും, കുറേ അധികം കമ്പ്യൂട്ടേഴ്സിനെ പരസ്പരം കണക്ട് ചെയ്ത് പരസ്പരം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, വർക്ക് ലോഡ് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, while we can call them computers, but it's more not like നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ പോലെയല്ല അല്ലേ. ഇവിടെയുള്ള പോലെ മോണിറ്റർ മറ്റേ അങ്ങനെ ആ രീതിയിലല്ല. ബട്ട്
യു ഗെറ്റ് ദി ഐഡിയ. ആൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റാ സെൻറ്ററിൽ ഒരു കമ്പ്യൂട്ടറിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് CPU ഉണ്ടായിരിക്കും, GPU ഉണ്ടായിരിക്കും, RAM ഉണ്ടായിരിക്കും, സ്റ്റോറേജ് ഉണ്ടായിരിക്കും, ആൻഡ് ഓൾ അതർ എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, കമ്പോണൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യം എന്താ? CPU, GPU, RAM, സ്റ്റോറേജ്. ഈ കാര്യങ്ങൾ നമുക്കും അറിയുന്നതാണല്ലേ. വൈൽ നിങ്ങൾക്കറിയാം AI ഡോമിനേഷനിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് GPUവിലാണ്, GPUവിൻ്റെ പ്രോസസ്സിങ് പവറിലാണ്. അപ്പോൾ NVIDIA ആണ് അതിൻ്റെ ഏറ്റവും മേജർ പ്ലെയർ. AI മാർക്കറ്റിൽ 80% മാർക്കറ്റ് ഷെയർ ഉള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്പനിയാണ് NVIDIA. കാരണം അവരുടെ GPU ആണ് ഒരു H സീരീസിലേക്ക് H100 ആണെങ്കിലും അല്ലേ, ബ്ലാക്ക്ബെൽ GPUs ഒക്കെ അത്രയും പ്രോസസ്സിങ് കാപ്പബിലിറ്റി ഉള്ള GPUs ആണ്. ആൻഡ് അത് മാത്രമല്ല, അത്തരം GPUകൾ വെരി ഹൈ ബാൻഡ്വിഡ്ത്ത് മെമ്മറീസ് ആണ് ഉപയോഗിക്കുന്നത്. ഫൈൻ. അതുപോലെ തന്നെ എന്താണ് ഡൈനാമിക് RAM അല്ലേ, DRAM നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള അതേപോലെയുള്ള ഡൈനാമിക് റാമുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് CPU ആൻഡ് SSDകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്താണ്? സിൻസ് AI വളരെയധികം പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കമ്പോണൻസ് വളരെ അത്യാവശ്യമായിട്ട് വരും. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് DRAMകൾ വളരെയധികം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഐ മീൻ റാമുകൾ വളരെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് RAM ഇത്രയും സ്പെഷ്യൽ ആവുന്നത് AI കാര്യത്തിൽ? നിങ്ങൾ ChatGPTയിൽ നിങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നിങ്ങളൊരു 10-15 മിനിറ്റ് 20 മിനിറ്റ് ചാറ്റ് ചെയ്താൽ തന്നെ AI അത് ഓർമ്മയുണ്ട് അല്ലേ, നിങ്ങൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. നിങ്ങൾ മുന്നേ പറഞ്ഞൊരു കാര്യത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ പോലും AI വിൽ ഗിവ് യു ആൻ ആൻസർ. ബട്ട് അത് വളരെ ഫാസ്റ്റാണ് അല്ലേ, ഇറ്റ് ഡസൻറ്റ് ടേക്ക് ടു മച്ച് ടൈം. വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഫുൾ കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ് AI ഇത്രയും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? ഇത്തരത്തിലുള്ള ഡാറ്റാ സെൻറ്റേഴ്സ് ആക്ച്വലി ഇങ്ങനെ നിങ്ങളൊരു വലിയൊരു ചാറ്റ് സെഷൻ ഓപ്പൺ ആകുന്ന സമയത്ത് അത്രയും ഡാറ്റ റാമിലാണ് കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത്രയും കോണ്ടെക്സ്റ്റുകൾ കൂടുതലും റാമിലേക്കാണ് മാറ്റിയിട്ട് അവിടെ നിന്നായിരിക്കും ഡാറ്റ എടുക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് റാമിൻ്റെ പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ആവശ്യമില്ല. നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൽ എന്തിനാണ് RAM യൂസ് ചെയ്യുന്നത്? കാരണം കമ്പ്യൂട്ടറിനെ പ്രോസസ്സറിനെ ഏറ്റവും ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി അല്ലേ. ഒരു സ്റ്റോറേജിൽ പോയിട്ട് SSDനെ പോയി ആക്സസ് ചെയ്ത് ഡാറ്റ എടുത്തുകൊണ്ടതിനെക്കാട്ടും ഫാസ്റ്റായിട്ട് റാമിൽ നിന്നും GPUവിനെ അല്ലെങ്കിൽ ഒരു CPUവിനെ ഡാറ്റ എടുത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി ദാറ്റ് CPU or GPU can access apart from their internal cache memories. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അതുകൊണ്ടാണ് നമ്മുടെ ഒരു കണ്ടിന്യൂസ് വർക്കിംഗ് സെഷനിലുള്ള കൂടുതൽ ഡാറ്റയും റാമിലാണ് അവർ സ്റ്റോറേജ്, അവിടെ നിന്നാണ് ആ ഡാറ്റ എടുക്കുന്നത്. സോ ഇറ്റ് ഫീൽസ് ഫാസ്റ്റ് അല്ലേ. നമ്മൾ ഇന്നത്തെ പണ്ട് ChatGPT ഇറങ്ങിയ പോലെയൊന്നും അല്ല ഇപ്പോഴത്തെ അതിൻ്റെ ഈവൻ അല്ലേ, അവരുടെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻക്രെഡിബിളി ഫാസ്റ്റാണ്. സോ ഓഫ് കോഴ്സ് ഈ RAM എന്ന് പറയുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഡിമാൻഡും കൂടുതലാണ്. ആൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി 3 കമ്പനികളാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ബിഗ്ഗസ്റ്റ് മാനുഫാക്ചേഴ്സ്. അതൊന്ന് SK Hynix ആണ്. SK Hynix ആക്ച്വലി നിങ്ങളുടെ ലാപ്ടോപ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾ കാണാൻ പോകുന്ന RAM SK Hynixൻ്റെ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കമ്പനി വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം സാംസങ് ആണ്. മൂന്നാമത്തേത് മൈക്രോൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്രൂഷ്യൽ എന്ന് പറയുന്ന കമ്പനി മൈക്രോണിൻ്റെ വരുന്ന കമ്പനിയാണ്. ഓക്കെ, സോ ഈ 3 മേജർ മാനുഫാക്ചേഴ്സാണ് റാമിൻ്റെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ. ആൻഡ് ഇപ്പോഴത്തെ ഒരു കാര്യത്തിൽ AI കമ്പനികൾക്ക് ഒരു ലാർജ് എമൗണ്ട് ഓഫ് RAM ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അവർ ഡയറക്റ്റ്ലി ഈ 3 കമ്പനികളെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ആൻഡ് അവർ ഈ 3 കമ്പനികൾ നോക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇവരുടെ കയ്യിൽ നിന്നാണ് അല്ലേ. ഡാറ്റാ സെൻറ്റേഴ്സ് അത്രയധികം റാമുകൾ അവർക്ക് ആവശ്യമാണ്. സോ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത്. ഈവൻ അവർക്ക് കൂടുതൽ പ്രൈസിൽ ഇവർക്ക് വിൽക്കാൻ സാധിക്കും. സോ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ ഒരു സൈഡിൽ നിന്നായതുകൊണ്ട് തന്നെ കൺസ്യൂമർ സൈഡിനെ അവർ പരമാവധി പ്രയോറിറ്റി കൊടുക്കാതെ വയ്ക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ കൺസ്യൂമർ സൈഡ് ഡിവൈസസ്, അതായത് നമ്മുടെ സ്മാർട്ട് ഫോൺസ് ആണെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടേഴ്സൊക്കെ ആണെങ്കിലും അവിടെ കിട്ടുന്ന റാമിൻ്റെ സപ്ലൈനെ ഇത് വല്ലാതെ ബാധിക്കുന്നൊരു കാര്യമാണ്. ഈവൻ നിങ്ങൾ മൈക്രോൺ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഈ കൺസ്യൂമർ സൈഡിലേക്കുള്ള ഡിവിഷൻ, ക്രൂഷ്യൽ ഡിവിഷൻ അവർ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അവർ പറയുകയാണ് ഇനി കൺസ്യൂമേഴ്സിൻ്റെ ഡിവൈസ് ഒന്നും ഞങ്ങൾക്ക് പ്രയോറിറ്റി അല്ല, ഞങ്ങൾ AIക്ക് വേണ്ടി മാത്രമേ ഇനി റാം മാനുഫാക്ചർ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ
അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ ഇതിൻ്റെ ഒരു ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ളത്. സോ ഓഫ് കോഴ്സ് ഇത്തരത്തിലുള്ളൊരു ഹൈ ഡിമാൻഡും ഹൈ സപ്ലൈയും ഷുവർലി ബാധിക്കാൻ പോകുന്നത് കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള നമ്മളെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കില്ലേ നമ്മളിത് ഡിസർവ് ചെയ്യുന്നുണ്ടോ അല്ലേ? നോ, ഓഫ് കോഴ്സ് നോട്ട്. AI എന്ന് പറയുന്നത് അത് പ്രോഗ്രസ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. ബട്ട് അതിൻ്റെ കോസ്റ്റ് ബെയർ ചെയ്യേണ്ടി വരുന്നത് നോർമൽ ഇപ്പം എന്നെപ്പോലെ നിങ്ങളെപ്പോലുള്ളൊരു കൺസ്യൂമർ ആണെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഫെയർ തിങ് അല്ലേ? ആൻഡ് ഇനി ഭാവിയിൽ മുന്നോട്ട് പോകുന്ന സമയത്തോളം എന്താണ് ഈ പ്രൊഡക്റ്റുകളുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് വരാനേ പോകുന്നുള്ളൂ. ഈവൻ 2027 ആണെങ്കിലും 2028 ആണെങ്കിലും ഈ ഒരു ഇൻക്രിമെൻ്റ് ഇൻ പ്രൈസ് ഫോർ കൺസ്യൂമർ ഡിവൈസസ് എന്തായാലും ഉണ്ടാവാനായിട്ട് പോവാണ്. സോ എല്ലാവരും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോണോ ഒരു കമ്പ്യൂട്ടറോ ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ടൈം ഇപ്പോഴാണ്. ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ആ സെയിം പ്രൈസിൽ കിട്ടും. ഇനി വെയിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ കൊടുക്കുക. എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ലൈക്കും ക്ലിക്ക് ചെയ്ത് കാണുന്നവരെ ബൈ.